ഹിരോഷിമ ദിനം. അല്പം ചില അറിവുകൾ. ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിച്ച സ്ഥലമാണ് ഹിരോഷിമ. ജപ്പാനിലെ ഹോൺഷു ദ്വീപിലെ നഗരമാണ് ഹിരോഷിമ. ആഗസ്റ്റ് 6-നായിരുന്നു ബോംബ് വർഷിച്ചത്. ആ ദിനമാണ് ഹിരോഷിമ ദിനമായി ആചരിക്കുന്നത്. 1945 ആഗസ്റ്റ് 6 രാവിലെ 8:15 ഹിരോഷിമയിലാണ് ആദ്യമായി മനുഷ്യർക്ക് നേരെ ആറ്റം ബോംബ് ആക്രമണം നടന്നത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനെ പരാജയപ്പെടുത്തുന്നതിനായി അമേരിക്ക കണ്ടെത്തിയ അവസാന മാർഗമായിരുന്നു അണുവായുധ പ്രയോഗം. 1945 ജൂലൈ 25 അമേരിക്കൻ വ്യോമസേനയുടെ പസഫിക് മേഖലാ കമാൻഡർ ജനറലായ കാൾ സ്പാർട്സിന് ജപ്പാനിലെ 2 നഗരങ്ങളിൽ ആറ്റം ബോംബ് പ്രയോഗിക്കാനുള്ള നിർദ്ദേശം ലഭിച്ചു. 40,000-ഓളം ജാപ്പാനീസ് സൈനികർ ഉൾപ്പെടുന്ന സെക്കൻഡ് ജനറൽ ആർമിയുടെ ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്ന ജപ്പാനിലെ സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന നഗരമായ ഹിരോഷിമ നഗരത്തെയാണ് ആദ്യം തിരഞ്ഞെടുത്തത്. ജനറൽ പോൾ ടിബറ്റ്സ് പറപ്പിച്ച അമേരിക്കൻ വ്യോമസേനയുടെ B-29 ബോംബർ വിമാനം എനോള ഗേയിൽ നിന്ന് ലിറ്റിൽ ബോയ് എന്ന പേരിലുള്ള ബോംബ് പ്രയോഗിച്ചു. യുറേനിയം 235 ഐസോട്ടോപ്പിനെ ലെഡ് കൊണ്ട് ആവരണം ചെയ്തു നിർമ്മിച്ച ഈ ബോംബിന് 12,500 ടൺ TNT-യുടെ പ്രഹരശേഷിയുണ്ടായിരുന്നു. സൂര്യന് തുല്യം ഉയർന്നു പൊങ്ങിയ തീജ്വാലകൾ ഹിരോഷിമ നഗരത്തെ ചാമ്പലാക്കി. പർവ്വത സമാനമായ പുക കൂണാകൃതിയിൽ ഉയർന്നു പൊങ്ങി 1000 അടി ഉയരം വരെ പൊടിപടലങ്ങൾ ചുഴറ്റിയടിച്ചു. ഹിരോഷിമ നഗരത്തെ ഏതാണ്ട് പൂർണ്ണമായി നശിപ്പിച്ച സ്ഫോടനത്തിൽ 1,40,000-ഓളം പേരാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. ബോംബ് വർഷ റേഡിയേഷൻ അതിപ്രസരത്തിൽ 1.5 ലക്ഷത്തോളം പേർക്ക് പിൽക്കാലത്ത് ജീവൻ നഷ്ടമായി. അതിലും ഇരട്ടി ആളുകൾ രോഗം ബാധിച്ച് ദുരിതജീവിതം നയിക്കുന്നു. ജപ്പാനിലെ ഹിരോഷിമയിൽ സ്ഥിതി ചെയ്യുന്ന ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്ക് ആണവായുധങ്ങൾ സൃഷ്ടിക്കുന്ന ഭീകരാന്തരീക്ഷത്തെ ഓർമ്മിപ്പിക്കുന്നു. ഈ ഉദ്യാനം സമാധാനത്തിൻ്റെ പ്രതീകമായി നിലകൊള്ളുന്നു. ഹിരോഷിമയിൽ ബോംബിട്ടതിനു പിന്നാലെ ജപ്പാൻ കീഴടങ്ങുമെന്നാണ് സഖ്യകക്ഷികൾ പ്രതീക്ഷിച്ചതെങ്കിലും അതുണ്ടായില്ല. അതോടെ രണ്ടാമതും ജപ്പാനെതിരെ അണുബോംബ് പ്രയോഗിക്കാൻ തീരുമാനമായി. ആഗസ്റ്റ് 9 രാവിലെ 9 മണിക്ക് 4,630 കിലോടൺ ഭാരവും ഉഗ്രസ്ഫോടക ശേഷിയുമുള്ള ഫാറ്റ്മാൻ എന്നറിയപ്പെട്ട പ്ലൂട്ടോണിയം ബോംബ് നാഗസാക്കിയിൽ പതിച്ചു. ബ്രിഗേഡിയർ ജനറൽ കാത്സാനിയാണ് വിമാനം പറപ്പിച്ചിരുന്നത്. കോക്കുറ നഗരത്തിലുള്ള ജപ്പാൻ്റെ ആയുധ സംഭരണശാലയായിരുന്നു ആദ്യ ലക്ഷ്യം. കോക്കുറ നഗരത്തിലെ വ്യവസായശാലകളിൽ നിന്ന് ഉയർന്ന പുക കൊണ്ട് അന്തരീക്ഷം നിറഞ്ഞിരുന്നതിനാൽ ലക്ഷ്യസ്ഥാനം നിർണ്ണയിക്കാൻ സീനിയുടെ നേതൃത്വത്തിലുള്ള വൈമാനികർക്ക് കഴിഞ്ഞില്ല. ജപ്പാൻ്റെ വിമാനവേധത്തോക്കുകൾ ഗർജിക്കാൻ തുടങ്ങിയതോടെ കോക്കുറ ഉപേക്ഷിച്ച് നാഗസാക്കിയിലേക്ക് പറക്കുകയും ബോംബ് വർഷിക്കുകയും ചെയ്തു. ഇപ്പോഴും ജനിക്കുന്ന കുട്ടികൾക്ക് പോലും അണുപ്രസരത്തിൻ്റെ ഭാഗമായുള്ള ജനിതക വൈകല്യങ്ങൾ ഉണ്ടാകുന്നുവെന്ന് പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഈ അണുബോംബ് സ്ഫോടനത്തെ അതിജീവിച്ച് യാതന അനുഭവിച്ചു വരുന്ന വ്യക്തികളാണ് ഹിബാക്കുഷ എന്ന ജാപ്പാനീസ് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ബോംബുകളിൽ നിന്നുള്ള വികിരണം ഏറ്റ വ്യക്തികളെ സൂചിപ്പിക്കാനും ഈ വാക്ക് ഉപയോഗിക്കുന്നു. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വിനാശകരമായ ഒരു യുദ്ധമായിരുന്നു 1939 മുതൽ 1945 വരെയുള്ള രണ്ടാം ലോക മഹായുദ്ധം. ലോകത്തിലെ മിക്ക രാഷ്ട്രങ്ങളും 2 ചേരിയായി നിന്ന് നടത്തിയ ഒരു യുദ്ധമായിരുന്നു അത്. 30 രാജ്യങ്ങളിലെ 100 മില്യൺ ജനങ്ങൾ നേരിട്ട് പങ്കെടുത്ത യുദ്ധത്തിൻ്റെ അതിലെ പ്രധാന രാജ്യങ്ങൾ അവരുടെ സാമ്പത്തിക, വ്യാവസായിക, ശാസ്ത്രീയ കഴിവുകൾ മുഴുവൻ ഉപയോഗപ്പെടുത്തി. യോദ്ധാക്കളെന്നോ സാധാരണ ജനങ്ങളെന്നോ വ്യത്യാസമില്ലാതെ നടത്തിയ വിനാശകരമായ കടന്നുകയറ്റമായിരുന്നു അത്. പടിഞ്ഞാറൻ സഖ്യവും സോവിയറ്റ് യൂണിയനും ജർമ്മനി പിടിച്ചടക്കിയതോടെയും അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ ആത്മഹത്യയോടെയും ജർമ്മനി മെയ് 8 1945 നിരുപാധികം കീഴടങ്ങിയതോടെ യൂറോപ്പിലെ യുദ്ധം അവസാനിച്ചു. എന്നാൽ ജപ്പാൻ കീഴടങ്ങാൻ വിസമ്മതിച്ചു. ജപ്പാനിലെ നഗരങ്ങളായ ഹിരോഷിമയിൽ ആഗസ്റ്റ് 6 നാഗസാക്കിയിൽ ആഗസ്റ്റ് 9 അമേരിക്കൻ വിമാനങ്ങൾ ആറ്റം ബോംബുകൾ വർഷിച്ചു. കൂടുതൽ ബോംബുകളുടെ ഭയവും സോവിയറ്റ് യൂണിയൻ്റെ കടന്നുവരവും ഭയന്ന് ജപ്പാൻ ആഗസ്റ്റ് 15 കീഴടങ്ങി. 70-ലേറെ രാജ്യങ്ങൾ തമ്മിൽ ഭൂഗോളത്തിൻ്റെ നാനാദിക്കിലുമായി നടന്ന ഈ യുദ്ധത്തിൽ അമേരിക്ക, സോവിയറ്റ് യൂണിയൻ, ചൈന, ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെട്ട സഖ്യകക്ഷികൾ ജർമ്മനി, ജപ്പാൻ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ നേതൃത്വം നൽകിയ അച്ചുതണ്ട് ശക്തികളെ പരാജയപ്പെടുത്തുകയായിരുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, ഷെയർ ആൻഡ് ലൈക്ക് ഇറ്റ്. താങ്ക് യു.